Hi, hello, my dear students. We are starting the second part of our picture and map based questions and answers. പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മുടെ മാപ്പ് ആൻഡ് പിക്ചർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പാർട്ട് 1 വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് വേണ്ടി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ വ്യൂ ചെയ്യുക. ആ വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണിത്. അപ്പോൾ നമ്മുടെ SSLC എക്സാം മാർച്ച് 2026 റിവിഷൻ ക്ലാസ്സുകളാണ് നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ റിവിഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ചില ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അതിൻ്റെ ആൻസേഴ്സാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്കറിയാം, മാപ്പ് ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് മാപ്പ്. അതുപോലെ തന്നെ പിക്ചേഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസും നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പാർട്ട് 1 വീഡിയോ നിങ്ങൾ വ്യൂ ചെയ്യണം. അതിൻ്റെ കണ്ടിന്യൂവേഷനാണ് നമ്മുടെ പാർട്ട് 2 വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. പ്രധാനപ്പെട്ട ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കണ്ട് പൂർത്തിയായില്ല, അതുകൊണ്ട് നമ്മൾ ഒന്നുകൂടി കാണുകയാണ്. നിങ്ങളിവിടെ തന്നിരിക്കുന്ന മാപ്പിലേക്ക് നോക്കുക. ഇത് ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ അവിടെ ചുവന്ന കളർ കൊടുത്ത് കാണിച്ചിട്ടുണ്ട്. ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ, ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖല, മലയാളത്തിൽ ഭൂമധ്യരേഖ, അതായത് ഇക്വേറ്ററിൻ്റെ ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ നിങ്ങൾ പഠിച്ചുകൊള്ളണം. ഇത് ഏതൊക്കെ കോണ്ടിനെൻസിലാണ് ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ ഉള്ളത്? ഏഷ്യ, ആഫ്രിക്ക, സൗത്ത് അമേരിക്ക. ഓക്കെ, അവിടെയുള്ള പ്രധാനപ്പെട്ട പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? ഏതൊക്കെ പ്രദേശങ്ങളിലാണ് ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ എന്ന് നമ്മൾ പറയുന്ന പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? കോണ്ടിനെൻറ്റ്സ് നമുക്ക് മനസ്സിലായി. ഏഷ്യ, ആഫ്രിക്ക, സൗത്ത് അമേരിക്ക. ഇനി അതിൻ്റെ പ്ലേസസ് ഏതൊക്കെയാണ്? ആമസോൺ, ദെൻ സെൻട്രൽ ആഫ്രിക്ക, ദെൻ സൗത്ത് ഈസ്റ്റ് ഏഷ്യ, സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ ഭാഗങ്ങൾ, ഏഷ്യയുടെ സൗത്ത് ഈസ്റ്റ് ഭാഗങ്ങൾ, അതുപോലെ തന്നെ സെൻട്രൽ ആഫ്രിക്ക, ആഫ്രിക്കയുടെ സെൻട്രൽ ഏരിയ, ദെൻ ആമസോൺ. ആമസോൺ എവിടെയാ? സൗത്ത് അമേരിക്കയല്ല. അപ്പോൾ കണ്ടോ, സൗത്ത് അമേരിക്കയിൽ ആമസോൺ കാണിച്ചിരിക്കുന്നതാണ്ടോ? അതൊരു ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക്, ആ ഒരു ക്ലൈമറ്റ് കാണിക്കുന്ന പ്രദേശമാണ് ആമസോൺ, സൗത്ത് അമേരിക്കയിലെ. സെൻട്രൽ ആഫ്രിക്ക അതും ഇവിടെ കാണിച്ചിട്ടുണ്ട്. ആഫ്രിക്ക നിങ്ങൾക്കറിയാമല്ലോ, ഇതാണ് ആഫ്രിക്ക. ഇവിടെ സെൻട്രൽ ആഫ്രിക്ക കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സൗത്ത് ഈസ്റ്റ് ഏഷ്യ. സൗത്ത് ഈസ്റ്റ് ഏഷ്യ എന്ന് പറയുമ്പോൾ ഈ ഏഷ്യൻ കോണ്ടിനെൻറ്റിൻ്റെ സൗത്ത് ഈസ്റ്റ് ഭാഗത്തുള്ള ചില ഐലൻഡ്സ് പോലൊക്കെ ഇരിക്കുന്ന പ്രദേശങ്ങളാണ് ഈ കാണിച്ചിരിക്കുന്നത്, സൗത്ത് ഈസ്റ്റ് ഏഷ്യ. ഇതെല്ലാം എന്താണ്? ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻസ്. ഓക്കെ, ഇത് ഏത് താപീയ മേഖലയിലാണ് ഈ കാലാവസ്ഥ സ്ഥിതി ചെയ്യുന്നത്? ഏത് സോണിലാണ് ഇത് കാണുക എന്നുള്ളതാണ്. അത് എവിടെയാണ്? ഉഷ്ണമേഖല. മലയാളത്തിൽ ഉഷ്ണമേഖല എന്ന് പറയുന്നു, ഇംഗ്ലീഷിൽ അതിന് എന്താണ് പറയുന്നത് നിങ്ങൾക്കറിയാം അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഏഷ്യ, ആഫ്രിക്ക, തെക്കേ അമേരിക്ക തുടങ്ങിയ വൻകരകളുടെ ഭൂമധ്യ രേഖ കാലാവസ്ഥാ മേഖല ഉൾപ്പെടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. അപ്പോൾ നമ്മൾ ആമസോൺ ആണെന്ന് പറഞ്ഞു, സെൻട്രൽ ആഫ്രിക്ക എന്ന് പറഞ്ഞു, അതുപോലെ തന്നെ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ ഭാഗങ്ങളാണെന്ന് പറഞ്ഞു. പക്ഷെ ആ കൺട്രീസ്, ആ രാജ്യങ്ങൾ, ആ നേഷൻസിൻ്റെ പേരെന്തൊക്കെയാണ്? ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ ഉള്ള നേഷൻസ്. ഏഷ്യയിൽ ഇന്തോനേഷ്യ, മലേഷ്യ, ശ്രീലങ്ക, കംബോഡിയ, ലാവോസ്, ഫിലിപ്പൈൻസ്. ഇതെല്ലാമാണ് ആ സൗത്ത് ഈസ്റ്റ് ഏഷ്യ എന്ന് പറയുന്ന സ്ഥലങ്ങളാണത്. ഇന്തോനേഷ്യയുണ്ട്, മലേഷ്യയുണ്ട്, ശ്രീലങ്കയുണ്ട്, കംബോഡിയ, ലാവോസ്, അതുപോലെ തന്നെ ഫിലിപ്പൈൻസ്. ഇതൊക്കെ ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻസ് ആണ്, ഈ രാജ്യങ്ങളൊക്കെ കാണപ്പെടുന്നത്. ഇനി നമ്മൾ സെൻട്രൽ ആഫ്രിക്ക എന്ന് പറയുമ്പോൾ അത് പർട്ടിക്കുലറായിട്ട് ഏതൊക്കെ രാജ്യങ്ങളാണെന്ന് നമുക്ക് നോക്കി. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ, നൈജീരിയ, ഗിനിയ, ഘാന, കെനിയ. ഓക്കെ, ഗിനിയ, ഘാന, കെനിയ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ, നൈജീരിയ. ഈ
സെൻട്രൽ ആഫ്രിക്കൻ രാജ്യങ്ങളിലെല്ലാം തന്നെ ഇക്വറ്റോറിയൽ ക്ലൈമറ്റാണ് കാണപ്പെടുക. ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് പ്രദേശങ്ങളാണ് ഈ രാജ്യങ്ങളിലൊക്കെ കാണുന്നത്. ഇനി നമുക്ക് സൗത്ത് അമേരിക്കയിലേക്ക് പോയാൽ ബ്രസീൽ, കൊളംബിയ, ഇക്വഡോർ, ബൊളീവിയ അല്ലേ, നമ്മൾ ആമസോൺ എന്നൊക്കെ കണ്ട പ്രദേശങ്ങളാണ് ഈ പറയുന്ന രാജ്യങ്ങളൊക്കെ. ബ്രസീലുണ്ട്, കൊളംബിയ ഉണ്ട്, ഇക്വഡോർ ഉണ്ട്, ബൊളീവിയ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഏതെങ്കിലും ഒരെണ്ണം മാർക്ക് ചെയ്യാനായിട്ട് നമുക്ക് വരും. അപ്പോൾ സെൻട്രൽ ആഫ്രിക്ക, സൗത്ത് ഈസ്റ്റ് ഏഷ്യ, അതുപോലെ തന്നെ ആമസോൺ. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് ഈ ഒരൊറ്റ മാപ്പിൽ നിന്നും വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, തുന്ദ്ര മേഖല ഏതൊക്കെ വൻകരകളിലാണ് വ്യാപിച്ചിരിക്കുന്നതെന്ന് കണ്ടെത്തി ചുവടെയുള്ള മേഖലകൾ ഭൂപടത്തിൽ അടയാളപ്പെടുത്തുക. തുന്ദ്ര ക്ലൈമാറ്റിക് റീജിയൻസ് ഏതൊക്കെ കോണ്ടിനെൻസിലാണെന്ന് നമ്മൾ ഇതിൽ നിന്ന് കണ്ടെത്തിയിട്ട് തന്നിരിക്കുന്ന പിക്ചറിൽ നിന്നും തന്നിരിക്കുന്ന മാപ്പിൽ നിന്നും കണ്ടെത്തി അതിൻ്റെ താഴെ തന്നിരിക്കുന്ന ആ മേഖലകൾ മാപ്പിൽ മാർക്ക് ചെയ്യണം. ഒന്നാമത് മാർക്ക് ചെയ്യേണ്ടത് സൈബീരിയ, ബി ഗ്രീൻലാൻഡ്, സി ഐസ്ലാൻഡ്, ഡി വടക്കൻ സ്കാൻഡിനേവിയ, ദെൻ ഇ വടക്കൻ കാനഡ, നോർത്തേൺ കാനഡ, അലാസ്ക. ഈ സ്ഥലങ്ങളിലെല്ലാം തുന്ദ്ര കാലാവസ്ഥയാണ്. തുന്ദ്ര കാലാവസ്ഥയുടെ പ്രത്യേകതയൊക്കെ അറിയാമല്ലോ. ഏറ്റവും കോൾഡസ്റ്റ് ആയിട്ടുള്ള കാലാവസ്ഥയുള്ള പ്രദേശങ്ങളാണ് തുന്ദ്ര. ടൈഗ കഴിഞ്ഞിട്ടാണ് തുന്ദ്ര. ടൈഗ കാലാവസ്ഥ, തുന്ദ്ര കാലാവസ്ഥ, അത് നമ്മളുടെ ഡിഫറൻസ് ഒക്കെ നോക്കിക്കോണം. അപ്പോൾ തുന്ദ്ര എന്ന് പറയുന്ന ആ ഒരു ക്ലൈമാറ്റിക് റീജിയൻ ഈ പറയുന്ന സ്ഥലങ്ങളൊക്കെയാണ് സൈബീരിയ, ഗ്രീൻലാൻഡ്, ഐസ്ലാൻഡ്, അതുപോലെ തന്നെ വടക്കൻ സ്കാൻഡിനേവിയ, ദെൻ നോർത്തേൺ കാനഡ, കാനഡയിലെ ഏറ്റവും നോർത്ത് ഭാഗം, ദെൻ അലാസ്ക. അപ്പോൾ ഈ പ്രദേശങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഒരു മാപ്പിൽ കണ്ടുവെക്കുക. ഇതിലേതെങ്കിലും ഒരെണ്ണമായിരിക്കും നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുക. ഇതെല്ലാം കൂടെ നമുക്ക് ക്വസ്റ്റ്യൻ വരികയില്ല. പല ക്വസ്റ്റ്യൻസിൽ നിന്നും ഓരോന്ന് വീതമായിരിക്കും നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ ഇതിനകത്തുനിന്ന് ചിലപ്പോൾ സൈബീരിയ എവിടെയാണെന്നായിരിക്കും മാർക്ക് ചെയ്യാൻ ചോദിക്കുക, ചിലപ്പം ഗ്രീൻലാൻഡ് എവിടെയാണെന്നായിരിക്കാം, അല്ലെങ്കിൽ ഐസ്ലാൻഡ് എവിടെയായിരുന്നു, സ്കാൻഡിനേവിയൻ നോർത്തേൺ സ്കാൻഡിനേവിയൻ പ്രദേശങ്ങൾ ഏതാണ്, അതുപോലെ തന്നെ നോർത്തേൺ കാനഡ, ദെൻ അലാസ്ക. ഈ മാപ്പിനകത്ത് നമുക്കിത് ഇച്ചിരി സ്മോൾ ആയതുകൊണ്ട് നമുക്ക് അത്ര എല്ലാം ഒന്നും ഇവിടെ കാണാൻ പറ്റത്തില്ല. നോർത്തേൺ കാനഡ തന്നെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. നോർത്തേൺ കാനഡ ഇവിടെ കണ്ടല്ലോ. അതുപോലെ തന്നെ ഗ്രീൻലാൻഡ് ഇവിടെ കാണിച്ചിട്ടുണ്ട്, ഗ്രീൻലാൻഡ്. അതുപോലെ തന്നെ വടക്കൻ സ്കാൻഡിനേവിയൻ പ്രദേശങ്ങൾ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇവിടെ എല്ലാം ഒന്നും നമുക്ക് അത്ര വ്യക്തമല്ല. ഐസ്ലാൻഡും ഇവിടെ നിങ്ങൾക്ക് കാണാം. ഗ്രീൻലാൻഡ്, ഐസ്ലാൻഡ്, ഇത് രണ്ടും നിങ്ങൾക്ക് ഇവിടെ കാണാം. വടക്കൻ കാനഡ കാണാം. എല്ലാം തന്നെ ഇവിടെ ക്ലിയറാണ്. ഗ്രീൻലാൻഡ്, ഐസ്ലാൻഡ്, വടക്കൻ സ്കാൻഡിനേവിയൻ പ്രദേശങ്ങൾ, ദെൻ നോർത്തേൺ കാനഡ അത് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഓക്കെ. ഇനി ഇത് ഓരോന്നും ഏത് കോണ്ടിനെന്റിലാണെന്നോട് നമുക്ക് നോക്കാം. സൈബീരിയ എന്ന് പറയുന്നത് തെളിയി കാണിച്ചിരിക്കുന്നതാണ്. ഏഷ്യയുടെ ഏറ്റവും നോർത്ത് ഭാഗത്ത് കാണുന്ന ഈ നീണ്ടു കിടക്കുന്ന പ്രദേശങ്ങളാണ് സൈബീരിയ കേട്ടോ. സൈബീരിയ അതിൽ കൂടുതൽ പ്രദേശങ്ങളും റഷ്യയുടെ ഭാഗങ്ങളാണ്. മഞ്ഞ് മൂടി കിടക്കുന്ന സൈബീരിയൻ പ്രദേശങ്ങൾ ഏഷ്യയിലാണ് സൈബീരിയ. ഗ്രീൻലാൻഡ് അത് നോർത്ത് അമേരിക്കയുടെ കയ്യിലിരിക്കുന്ന സ്ഥലമാണ് ഗ്രീൻലാൻഡ്. നോർത്ത് അമേരിക്കയുമായിട്ട് അത് ചേർന്നൊന്നുമല്ല ഇരിക്കുന്നത്, എങ്കിലും ഏതോ കാലത്ത് എന്തോ എഗ്രിമെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഗ്രീൻലാൻഡ് നോർത്ത് അമേരിക്കയുടെ ഭാഗമാണ്. നമുക്കറിയാം ഗ്രീൻലാൻഡിലൊക്കെ ധാരാളം മിനറൽസ് ഒക്കെ ഉള്ളതുകൊണ്ട് നോർത്ത് അമേരിക്ക അത് കൈവശം വെച്ചിരിക്കുകയാണ്. അവരവിടെ മൈനിങ്ങും ഒക്കെ നടത്തി അവിടെ നിന്നുള്ള മിനറൽസൊക്കെ അവിടുന്ന് എടുക്കുന്നുണ്ട്, മൈൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഗ്രീൻലാൻഡ് ആരുടെ കയ്യിലാണ്? നോർത്ത് അമേരിക്കയുടെ കയ്യിലാണ്, വടക്കേ അമേരിക്ക. ദെൻ ഐസ്ലാൻഡ് യൂറോപ്പിൻ്റെ ഭാഗമാണ്. വടക്കൻ സ്കാൻഡിനേവിയ യൂറോപ്പിൻ്റെ ഭാഗമാണ്. നോർത്ത് കാനഡ അതും നോർത്ത് അമേരിക്കൻ കോണ്ടിനെൻറ്റിലാണ്.
നോർത്ത് അമേരിക്കൻ കോണ്ടിനെൻറ്റിലാണെന്ന് നിങ്ങൾക്കറിയാം. USA-യും കാനഡയും ഒക്കെ നോർത്ത് അമേരിക്കൻ കോണ്ടിനെൻറ്റിലാണ്. മെക്സിക്കോ അല്ലേ, മെക്സിക്കോ, USA, ദെൻ കാനഡ. അപ്പോൾ നോർത്തേൺ കാനഡ ഏത് കോണ്ടിനെൻറ്റിൽ വരും? നോർത്ത് അമേരിക്കൻ കോണ്ടിനെൻറ്റിൽ വരും. അലാസ്കയും നോർത്ത് അമേരിക്കൻ കോണ്ടിനെൻറ്റിലാണ് അലാസ്ക. ഓക്കെ, അപ്പോൾ നോർത്ത് അമേരിക്കൻ കോണ്ടിനെൻറ്റിലെ 3 സ്ഥലങ്ങളാണ് ഈ നമ്മുടെ തുന്ദ്ര കാലാവസ്ഥയുള്ളത്. അത് അലാസ്കയുണ്ട്, ദെൻ നോർത്തേൺ കാനഡയുണ്ട്, ദെൻ ഗ്രീൻലാൻഡ് ഉണ്ട്. ഏഷ്യയുടെ ഭാഗമായിട്ട് തുന്ദ്ര കാലാവസ്ഥയുള്ള പ്രദേശമാണ് സൈബീരിയ. അതുപോലെ തന്നെ ഐസ്ലാൻഡും വടക്കൻ സ്കാൻഡിനേവിയൻ പ്രദേശങ്ങളും യൂറോപ്പിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഈ കോണ്ടിനെൻറ്റ്സ് ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ദെൻ തുന്ദ്ര മേഖലയിലെ ഒരു പ്രദേശത്ത് രേഖപ്പെടുത്തിയ വർഷണത്തിൻ്റെയും താപനിലയുടെയും വാർഷിക വിതരണമാണ് തന്നിരിക്കുന്ന ഡയഗ്രാം. തന്നിട്ടുള്ള സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. അപ്പോൾ തുന്ദ്ര മേഖലയിലെ ഒരു പ്രദേശത്ത് രേഖപ്പെടുത്തിയ വർഷണത്തിൻ്റെയും താപനിലയുടെയും, വർഷണം എന്ന് പറയുമ്പോൾ എന്താണ്? റെയിൻഫോള്. താപനില എന്ന് പറയുന്നത് എന്താണ്? അവിടുത്തെ ടെമ്പറേച്ചർ. ഓക്കെ, അതിൻ്റെ ഒരു ലിസ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ആ ലിസ്റ്റിൽ നിന്നും നമ്മൾ ചില ചോദ്യങ്ങളുടെ ഉത്തരം എഴുതാനാണ് ചോദിച്ചിരിക്കുക. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ലിസ്റ്റ്. ഇത് നമ്മുടെ ടെക്സ്റ്റിലുള്ള അതേ സംഭവമാണ്. ഓക്കെ, 2 സ്ഥലങ്ങളുടെയും തന്നിട്ടുണ്ട്. ഫസ്റ്റ് പ്രദേശം, സെക്കൻഡ് പ്രദേശം. ഓക്കെ, നമ്മൾ കണ്ടുപിടിക്കേണ്ടത് 2 സ്ഥലങ്ങളുടെയും ഏറ്റവും ഉയർന്നതും ഏറ്റവും താഴ്ന്നതുമായ മാസിക ശരാശരി താപനില ഏതാണ്. അപ്പോൾ നമുക്ക് ആ ടേബിളിൽ നിന്ന് തന്നെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും അല്ലേ. ടേബിളിലെ കണക്കുകൾ ഇവിടെ അത്ര വ്യക്തമല്ലാത്തതുകൊണ്ട് ടീച്ചർ അത് വിടുകയാണ്. ഇതുപോലൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ പ്രതീക്ഷിച്ചോണം. 2 സ്ഥലങ്ങളിലെയും ഉയർന്നതും താഴ്ന്നതുമായ ശരാശരി താപനില എത്രയാണ്? അത് ടേബിളിൽ നിന്നും നമ്മൾ കണ്ടുപിടിക്കുക. ഓരോ സ്ഥലത്തെയും വാർഷിക താപാന്തരം എത്ര? മഴ ലഭിക്കാത്ത മാസങ്ങളുണ്ടോ? ഓക്കെ, അപ്പോൾ വർഷണം ലഭിക്കാത്ത മാസങ്ങളുണ്ടോ എന്ന് നോക്കുക. ഇത് ടെക്സ്റ്റ് എടുത്ത്, ഈ ടേബിൾ എടുത്ത്, ഈ മാപ്പ് എടുത്ത് നിങ്ങൾ ഗ്രാഫ് അല്ലേ, ഇത് മാപ്പല്ല ഗ്രാഫ്. അപ്പോൾ ഈ ടേബിളും ഈ ഗ്രാഫും വെച്ച് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വന്നാൽ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാനായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, ആ ടേബിളിൽ നിന്നും നമുക്ക് ആൻസർ കണ്ടെത്താം, ആ ഗ്രാഫിൽ നിന്നും നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. മഴയില്ലാത്ത മാസങ്ങളുണ്ടോ? വാർഷിക താപാന്തരം എത്രയാണ്? താപാന്തരം എന്ന് നമുക്കറിയാം, മാക്സിമം ടെമ്പറേച്ചറിൽ നിന്ന് മിനിമം ടെമ്പറേച്ചറെ മൈനസ് ചെയ്യുമ്പോഴാണ് നമുക്ക് താപാന്തരം കിട്ടുക. അപ്പം മാക്സിമം എത്രയാണെന്ന് നോക്കുക, മിനിമം എത്രയാണെന്ന് നോക്കുക. അപ്പോൾ ടെമ്പറേച്ചറും തന്നിട്ടുണ്ട്, മഴയുടെ അളവും തന്നിട്ടുണ്ട്. ഉത്തരം ഇവിടെ തന്നിട്ടുണ്ട്. ഏറ്റവും ഉയർന്ന മന്ത്ലി ശരാശരി ആവറേജ് താപനില 26.3 ഡിഗ്രി സെൽഷ്യസ്. അത് മെയ്യിലാണ്. ഏറ്റവും താഴ്ന്ന മാസിക ശരാശരി താപനില, മാസിക എന്ന് പറയുന്നത് എന്താണ്? മന്ത്ലി 25.1 ഡിഗ്രി, ഡിസംബർ ജാനുവരി. അതുപോലെ തന്നെ നെക്സ്റ്റ് കലാലംബൂരിലെയും ബഗോട്ടയിലെയും രണ്ടും തന്നിരിക്കുന്നതാണ്. നമുക്ക് ആ ഇതിൽ നിന്ന് തന്നെ കണ്ടുപിടിക്കാനുള്ളതേ ഉള്ളൂ. വാർഷിക താപാന്തരം, ഇത് സത്യത്തിൽ ഇത് എല്ലാവർക്കും ഉത്തരം എഴുതാൻ വേണ്ടി തരുന്ന ഒരു ക്വസ്റ്റ്യനാണ്, എല്ലാവർക്കും. കാരണം ടേബിളുണ്ട്, ഗ്രാഫുണ്ട്, അതിൽ നോക്കുക, ഇവർ പറഞ്ഞിരിക്കുന്ന ആൻസർ കണ്ടെത്തുക എന്ന് മാത്രമേ ഉള്ളൂ. ടേബിളിൽ നിന്ന് കണ്ടെത്തുക. അതുപോലെ മഴ ലഭിക്കാത്ത മാസങ്ങളും അതിൽ നിന്ന് ഇവർ കണ്ടെത്തിയിട്ടുണ്ട്. കോലാലംപൂരിൽ എല്ലാ മാസത്തിലും മഴയുണ്ടെന്നാണ് പറയുക. അപ്പം മഴയുടെ അളവ് നോക്കിയിട്ട് കണ്ടുപിടിക്കുക. എന്നാൽ ബൊഗോട്ടയിലെ എല്ലാ മാസങ്ങളിലും, അവിടെയും എല്ലാ മാസങ്ങളിലും മഴയുണ്ട്. 2 സ്ഥലത്തും എല്ലാ മാസവും മഴയുള്ളതായിട്ടാണ് നമ്മുടെ ടേബിൾ സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ ടേബിളൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആ ടേബിളിലേക്കൊന്ന് സൂക്ഷിച്ച് നോക്കി അതിൽ തന്നിരിക്കുന്ന
നമ്പർ ഒക്കെ കണ്ടുപിടിച്ച് നമുക്ക് ആ ഉത്തരത്തിലേക്ക് എത്താനായിട്ട് മറ്റൊന്നും നമ്മൾ മറന്നു പോവുക എന്നുള്ള കാര്യങ്ങളൊന്നുമില്ല. അവിടെ ഓൾറെഡി നമ്മുടെ മുന്നിൽ ഡേറ്റയുണ്ട്. ആ ഡേറ്റ വെച്ച് നമ്മൾ ആൻസർ കണ്ടുപിടിച്ചാൽ മാത്രം മതി. നമ്മുടെ മുന്നിലേക്ക് ഡേറ്റ തന്നിട്ട് നമ്മളോട് അതിൽ നിന്നും ചില കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ മാത്രമാണ് പറയുന്നത്. അപ്പം നമുക്കവിടെ ഓർത്ത് വയ്ക്കേണ്ടതായിട്ടുള്ള ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വന്നാൽ നിങ്ങളത് വിട്ടുകളയില്ല കേട്ടോ. ഓരോ യൂണിറ്റ് ഓറഞ്ച് കൂടുതലായി ഉപയോഗിക്കുമ്പോഴും മൊത്തം ഉപയോഗവും സീമാന്ത ഉപയോഗത്തിലും വരുന്ന മാറ്റം പട്ടികയിൽ കൊടുത്തിരിക്കുന്നു. പട്ടിക പരിശോധിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. അപ്പം നമുക്കറിയാം, നമ്മൾ യൂട്ടിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ യൂണിറ്റ് കൂടുതൽ വരുമ്പോഴും ആൾക്കുണ്ടാകുന്ന അവരുടെ ആ സാറ്റിസ്ഫാക്ഷൻ, അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഈ ടേബിൾ കണ്ടതാണ്. ഒന്നാമത്തെ ഓറഞ്ച് കഴിക്കുന്നു, 20 കിട്ടുന്നു. രണ്ടാമത്തെ ഓറഞ്ച് വരുമ്പോൾ അത് 38 ആകുന്നു. തേർഡ് ഓറഞ്ച് കഴിക്കുമ്പോൾ അത് 53 ആകുന്നു. ഫോർത്ത് ഓറഞ്ച് കൊടുക്കുമ്പോൾ 63 ആകുന്നു. ഫിഫ്ത്ത് ഓറഞ്ച് കൊടുക്കുമ്പോൾ 67. പിന്നെ സിക്സ്ത് ഓറഞ്ച് വന്നപ്പോൾ മാറ്റമൊന്നും വരുന്നില്ല, 67ൽ തന്നെ നിൽക്കുകയാണ്. സെവൻത് ഓറഞ്ച് കൊടുത്തപ്പോൾ ആൾ വിഷമിച്ചു, അപ്പോൾ അയാളുടെ സാറ്റിസ്ഫാക്ഷൻ കുറയുകയാണ്, 64ലേക്ക് കുറഞ്ഞു. എയ്ത്ത് ഓറഞ്ച് അയാൾക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ അയാൾക്ക് വീണ്ടും സങ്കടമായി, അപ്പോൾ അയാളുടെ സാറ്റിസ്ഫാക്ഷൻ 57ലേക്ക് കുറയുന്നു. അപ്പോൾ അതിൻ്റെ തേർഡ് അത് അയാൾക്കുണ്ടാകുന്ന ആ മാറ്റം പറയുന്നുണ്ട്. ഈ ടേബിൾ പഠിച്ചിട്ട് ഈ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ എഴുതണം. 1 മുതൽ 5 വരെ യൂണിറ്റ് ഉപയോഗിക്കുമ്പോൾ മൊത്തം ഉപയുക്തതയ്ക്ക് എന്ത് സംഭവിക്കുന്നു? ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. 65ാമത്തെ ഓറഞ്ച് കൊടുക്കുന്നത് വരെ മൊത്തം ഉപയുക്തത, അയാളുടെ സാറ്റിസ്ഫാക്ഷൻ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുക. കൂടിക്കൂടി വരുന്നു അല്ലേ, ഇൻക്രീസ് ചെയ്ത് വരുന്നു. അടുത്തത് 6ാമത്തെ യൂണിറ്റിന് ശേഷം ഈ സാറ്റിസ്ഫാക്ഷൻ എന്ത് സംഭവിക്കുന്നു? അത് ഡിക്രീസ് ചെയ്യുന്നു, അത് കുറയുന്നു. കണ്ടോ, 64 ആകുന്നു, 57ലേക്ക് പോകുന്നു. എത്രാമത്തെ യൂണിറ്റ് ഓറഞ്ച് ഉപയോഗിക്കുമ്പോഴാണ് ഇത് 0 ആകുന്നത്? ഒരു വ്യത്യാസവും വരാതെ നിൽക്കുന്നത് 6ാമത്തെ യൂണിറ്റ് ഉപയോഗിക്കുമ്പോഴാണ്. 6ാമത്തെ ഓറഞ്ച് അയാളുടെ കയ്യിൽ കൊടുക്കുമ്പോൾ അയാളുടെ സാറ്റിസ്ഫാക്ഷൻ 67 തന്നെയായിട്ട് തുടരുന്നു. എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ ഒരു ഇൻക്രീസും സംഭവിക്കുന്നില്ല, ഒരു ഡിക്രീസും സംഭവിക്കുന്നില്ല. ഇൻക്രീസും ഇല്ല, ഡിക്രീസും ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അയാളുടെ സാറ്റിസ്ഫാക്ഷൻ 0 ആണെന്ന് അതിൻ്റെ അർത്ഥം, 0. അപ്പോൾ 6ാമത്തെ ഓറഞ്ചാണ് 0 അല്ലേ. അടുത്തത് ഫോർത്ത് ക്വസ്റ്റ്യൻ, 7ഉം 8ഉം യൂണിറ്റ് ഓറഞ്ച് ഉപയോഗിക്കുമ്പോൾ നെഗറ്റീവ് ആകുന്നത് എന്തുകൊണ്ടാണ്? എന്തുകൊണ്ട് അയാളുടെ സാറ്റിസ്ഫാക്ഷൻ ഡിക്രീസ് ആയി പോകുന്നു? 67ൽ നിന്ന് നേരെ 64ലേക്കും 64ൽ നിന്ന് വീണ്ടും 57ലേക്കും അയാളുടെ സാറ്റിസ്ഫാക്ഷൻ ഡൗൺ ആയി പോകുന്നു. എന്താണ് അതിൻ്റെ കാരണം? ഒരു വസ്തു അതിൻ്റെ പല യൂണിറ്റുകൾ തുടർച്ചയായി ഉപയോഗിക്കുമ്പോൾ ഒരു വ്യക്തിക്ക് അതിൽ നിന്ന് ലഭിക്കുന്ന ആ സാറ്റിസ്ഫാക്ഷൻ ഒരു ഘട്ടം വരെ അത് കൂടുന്നുള്ളൂ. ഒരു ഘട്ടം കഴിഞ്ഞാൽ ആ സാറ്റിസ്ഫാക്ഷൻ കുറയുകയും അത് നെഗറ്റീവിലേക്ക് പോവുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ വീണ്ടും 9ാമതും 10ാമതും ഒക്കെ കൊടുത്താൽ വീണ്ടും നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒരു ഘട്ടം വരെയേ ഈ സാറ്റിസ്ഫാക്ഷൻ ഇൻക്രീസ് ആകുന്നുള്ളൂ. ഒരു ഘട്ടത്തിൽ എത്തിക്കഴിഞ്ഞാൽ അത് 0 ആകും. പിന്നീട് വീണ്ടും വീണ്ടും അതേ സാധനം കൊടുത്താൽ അത് നെഗറ്റീവിലേക്ക് പോകും, അയാൾക്ക് ഡിസാറ്റിസ്ഫാക്ഷനിലേക്ക് പോകും. അടുത്തത് 20ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വന്നേ. ഇവിടെ നമുക്കൊരു ചിത്രം തന്നിട്ടുണ്ട്. അത് വെച്ച് നമ്മൾ ഇതിനെ ഒന്ന് അനലൈസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുക. കണ്ടോ, ഈ പിക്ചർ നമ്മുടെ പുസ്തകത്തിലുള്ളതാണ്. അതിൻ്റെ ഗ്രാഫാണ്, നമ്മളിപ്പം കണ്ട സംഭവങ്ങളുടെ ഗ്രാഫാണ് ഈ തന്നിരിക്കുന്നത്. ഒരു വസ്തുവിൻ്റെ പല യൂണിറ്റുകൾ തുടർച്ചയായി ഉപയോഗിക്കുമ്പോൾ ഒരു വ്യക്തിക്ക് അതിൽ നിന്ന് ലഭിക്കുന്ന മൊത്തം ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഒരു ഘട്ടം വരെ കൂടുകയും അതിന് വീണ്ടും വീണ്ടും അതേ വസ്തു തന്നെ ഒരു മാറ്റവുമില്ലാതെ അയാൾക്ക് കൊടുത്താൽ പിന്നീട് അത് കുറയുന്നു. എന്നാൽ ഇവിടെ കണ്ടീഷനുണ്ട്, സെയിം വസ്തു
സെയിം ക്വാളിറ്റിയിൽ കൊടുക്കുമ്പോഴാണ് ഇതിങ്ങനെ സംഭവിക്കുക. എന്നാൽ വസ്തു മാറുകയോ ക്വാളിറ്റി മാറ്റുകയോ ചെയ്താൽ ഈ സാറ്റിസ്ഫാക്ഷൻ ഇങ്ങനെ ഡിസാറ്റിസ്ഫാക്ഷനിലേക്ക് പോകണമെന്നില്ല. അപ്പോൾ കണ്ടീഷൻ ഉള്ളതായത് കേട്ടോ, കണ്ടീഷനുണ്ട്. ഒരു വസ്തുവിൻ്റെ പല യൂണിറ്റുകൾ തുടർച്ചയായി ഉപയോഗിക്കുമ്പോൾ ഒരു വ്യക്തിക്ക് അതിൽ നിന്ന് ലഭിക്കുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഒരു ഘട്ടം വരെ അത് ഇൻക്രീസ് ചെയ്യുകയും പിന്നീട് അത് സീറോ ആവുകയും പിന്നീട് അത് കുറയുകയും ചെയ്യുന്നു, നെഗറ്റീവ് ആവുകയും ചെയ്യുന്നു. അതാണ് ഈ ഗ്രാഫിൽ നിന്ന് നമ്മൾ കാണുന്നത്. ഇൻക്രീസ് ചെയ്ത് വരുന്നതാണ് ആ ഗ്രാഫ്, കണ്ടോ, പൊങ്ങി പൊങ്ങി പോകുന്നു, പിന്നീട് അത് താഴേക്ക് വരുന്നു. ഓക്കെ, നെഗറ്റീവ് ആവുന്നു. അവിടെ കണ്ടീഷൻ എന്താണ്? സെയിം വസ്തു സെയിം ക്വാളിറ്റിയിൽ കൊടുക്കുന്നു, അതാണ് കണ്ടീഷൻ. ക്വാളിറ്റി മാറുമ്പോൾ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകും, അത് കൂടും. ഇപ്പോൾ അവിടെ ഓറഞ്ച് 5ാമത്തെ ഓറഞ്ച് കൊടുത്തു, 5ാമത്തെ ഓറഞ്ച് കഴിഞ്ഞ് ഓറഞ്ച് മാറ്റി അയാൾക്ക് ഗ്രേപ്സ് കൊടുത്തു, അല്ലെ പോംഗ്രാനൈറ്റ് കൊടുത്തു, അപ്പോൾ അയാൾക്ക് കുഴപ്പമൊന്നുമില്ല. വസ്തു മാറിയാൽ അയാളുടെ സാറ്റിസ്ഫാക്ഷൻ കൂടും, വേറൊരു വസ്തു കിട്ടിയല്ലോ. അല്ലെ കൊടുത്ത ഓറഞ്ച് അത്ര ക്വാളിറ്റി ഇല്ലാത്ത ഓറഞ്ച് കൊടുത്തുകൊണ്ടിരുന്നു, 6ാമത് കൊടുക്കുന്നത് കുറച്ചുകൂടി നല്ല ക്വാളിറ്റിയുള്ള നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഓറഞ്ച് കൊടുത്താൽ അയാൾക്ക് സാറ്റിസ്ഫാക്ഷൻ 0 ആയി പോകത്തൊന്നുമില്ല, അയാളുടെ സാറ്റിസ്ഫാക്ഷന് മാറ്റം വരും കേട്ടോ. അപ്പോൾ ഇവിടുത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ സെയിം സാധനം സെയിം ക്വാളിറ്റി, അപ്പോഴാണ് ഒരു ഘട്ടം കഴിയുമ്പോൾ നെഗറ്റീവിലേക്ക് പോവുക. ഇനി നിങ്ങൾ 2-3 ചിഹ്നങ്ങൾ പരിചയപ്പെട്ടേ. ആദ്യത്തേത് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് അല്ലേ, ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് എന്നുള്ള ആ ഒരു ചിഹ്നമാണ് തന്നിരിക്കുക. ഇത് ISI മാർക്ക് എന്നാണ് പറയുക. എല്ലാ വസ്തുക്കളും അതിൻ്റെ ക്വാളിറ്റി വ്യക്തമാക്കാൻ വേണ്ടി കൊടുക്കുന്ന ഒരു ചിഹ്നമാണ് ISI. അടുത്തത് അഗ്മാർക്ക്. അഗ്മാർക്ക് നമുക്കറിയാം അഗ്രികൾച്ചറൽ പ്രോഡക്റ്റിന് കൊടുക്കുന്ന ബെസ്റ്റ് ക്വാളിറ്റിയുടെ ഒരു സിമ്പലാണ് അഗ്മാർക്ക്. അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണ സാധനങ്ങളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഒരു ചിഹ്നമാണ് അതിന് താഴെ തന്നിരിക്കുന്ന തേർഡായിട്ട് തന്നിരിക്കുന്ന ആ ഒരു സിമ്പല്, ഭക്ഷ്യസുരക്ഷ. അതായത് ഭക്ഷ്യസാധനങ്ങൾ സേഫ് ആണെന്ന് കാണിക്കുന്ന ഒരു സിമ്പലാണ്. അപ്പം ഇങ്ങനെയുള്ള സിമ്പലുകളും ഒന്ന് പഠിച്ചു വെച്ചോണം കേട്ടോ, സിമ്പല്. ഓക്കെ, ISI ഇത് ഇന്ത്യയിലെ ആണ്. ISI ഇന്ത്യയിലെ ആ ഒരു ബെസ്റ്റ് ക്വാളിറ്റി ആണെന്ന് കാണിക്കുന്ന ചിഹ്നമാണ്. അപ്പോൾ നമ്മൾ സാധനങ്ങൾ മേടിക്കുമ്പോൾ ഈ ചിഹ്നമൊക്കെ നോക്കി വേണം നമ്മൾ സാധനങ്ങൾ സെലക്ട് ചെയ്യാൻ. ഈ ചിഹ്നം കണ്ടാൽ നമുക്ക് ആ സാധനം ക്വാളിറ്റി ഉള്ളതാണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ എന്താണ് അതിൻ്റെ പ്രത്യേകത എന്നൊക്കെ ഉള്ളത്, അതിൻ്റെ പേര്, അതിൻ്റെ പ്രത്യേകത, അത് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ്. ഇപ്പോൾ ഈ ISI ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് അത് ഏതൊക്കെ പ്രോഡക്റ്റുകൾക്കാണ്? വൈദ്യുത ഉപകരണം, സിമൻറ്റ്, പേപ്പറ്, പെയിൻറ്റ്, ഗ്യാസ് സിലിണ്ടർ, വ്യവസായ ഉൽപ്പന്നങ്ങളിലൊക്കെ ഈ ഒരു ചിഹ്നം നമ്മൾ കണ്ടാൽ നമുക്ക് സേഫ് ആണെന്ന് മനസ്സിലാക്കാം. അഗ്മാർക്ക് നമുക്കറിയാം എല്ലാ പ്രോഡക്റ്റിനും, കാർഷികമായിട്ടുള്ള എല്ലാ തേനിലും ഒക്കെ ഇതാണ് വെക്കുന്നത് അല്ലേ, തേന് അങ്ങനെയൊക്കെയുള്ള എല്ലാ സാധനങ്ങളും ഈ അഗ്മാർക്കാണ് വെക്കുക. മറ്റേത് ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടതാണ് അടുത്ത ഒരു സിമ്പൽ. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് കണ്ടിരിക്കുന്നത് നമ്മുടെ ഇൻഫ്ലേഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ആഗസ്റ്റ് 2023, സെപ്റ്റംബർ 2023 എന്നീ മാസങ്ങളിലെ പൊതു ഉപഭോക്തൃ വില സൂചികയെ അടിസ്ഥാനമാക്കി പണപ്പെരുപ്പം ചുവടെ കൊടുക്കുന്നു. ഗ്രാമത്തിലെ, നഗരത്തിലെ മൊത്തം. സെപ്റ്റംബറിലെ ഗ്രാമം, നഗരം, മൊത്തം. ഇൻഫ്ലേഷൻ റേറ്റ് ആണ് കൊടുത്തിരിക്കുക. ഇന്ത്യയുടെ 7.02 ഓഗസ്റ്റിലെ, എന്നാൽ അത് കേരളത്തിൽ 6.40 ഉള്ളൂ. നഗരങ്ങളിൽ വരുമ്പോൾ 6.59, 6.08 ആണ് ടൗണിൽ, കേരളത്തിൽ. എന്നാൽ സെപ്റ്റംബറിൽ ഗ്രാമത്തിൽ അത് ഡിക്രീസായി 5.33, നഗരത്തിൽ 4.65. മൊത്തം നോക്കുമ്പോൾ 5.02, 4.59, 4.93, 4.72. ക്വസ്റ്റ്യൻ എന്താണ്? 2023 ഓഗസ്റ്റിലെ പണപ്പെരുപ്പ നിരക്കുമായി, അതായത് ഇൻഫ്ലേഷൻ റേറ്റുമായി താരതമ്യം ചെയ്യുമ്പോൾ 23 സെപ്റ്റംബറിലെ ആ ഇൻഫ്ലേഷൻ നിരക്ക്, പണപ്പെരുപ്പ നിരക്ക് കുറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ പറ്റും. 7 പോയിന്റിൽ നിന്നും 5.33 അത് ഡിക്രീസ് ചെയ്തു.
23 ആഗസ്റ്റിൽ ഇന്ത്യൻ ഗ്രാമങ്ങളിൽ പണപ്പെരുപ്പം 7.2%, എന്നാൽ 23 സെപ്റ്റംബറിൽ ഇന്ത്യൻ ഗ്രാമങ്ങളിലെ പണപ്പെരുപ്പം 5.23% കുറഞ്ഞിരിക്കുന്നു. ഇത് സൂചിപ്പിക്കുന്നത് സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പൊതു വില നിലവാരം കുറഞ്ഞു. അതുകൊണ്ടാണ് സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പൊതുവിപണിയിൽ ഉണ്ടായ വർധനവിൻ്റെ നിരക്ക് കുറഞ്ഞു എന്നാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഇതിൻ്റെ ഈ പണപ്പെരുപ്പം കുറയുന്നതിൻ്റെ സൂചന എന്താണ്? സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പൊതു വില നിലവാരം കുറഞ്ഞു. ഓക്കെ, അതാണ് അതിൻ്റെ അർത്ഥം. വില നിലവാരം കുറഞ്ഞു. അത് സാധനങ്ങളുടെയും കുറഞ്ഞു, സേവനങ്ങളുടെയും കുറഞ്ഞു. വില വർധനവിൻ്റെ നിരക്ക് കുറഞ്ഞു എന്നാണ് അതിൻ്റെ അർത്ഥം. വില വർധനവിൻ്റെ നിരക്ക് കുറഞ്ഞു. വില നിലവാരം കുറഞ്ഞു, വില വർധനവിൻ്റെ നിരക്കും കുറഞ്ഞു. അപ്പം നമ്മുടെ കൺസ്യൂമേഴ്സിനെ കുറച്ച് നല്ല ഒരു അവസ്ഥയിലേക്ക് സെപ്റ്റംബറിൽ പോയി. ആഗസ്റ്റിൽ അത്ര നല്ല അവസ്ഥയല്ലായിരുന്നു കൺസ്യൂമേഴ്സ്. കാരണം വില കൂടുതലാണ്, പൊതു വില നിലവാരവും കൂടുതലാണ്. ഇപ്പോൾ പ്രൈസ് വളരെ കൂടിയിരുന്നു എന്നാണ് ഓഗസ്റ്റിൽ. പ്രൈസിൻ്റെ ലെവൽ കുറഞ്ഞു എന്നാണ് സെപ്റ്റംബറിൽ. ഓക്കെ, അടുത്തത് 23. വിവിധ കാലയളവിലെ റിപ്പോ നിരക്കുകൾ ചുവടെ നൽകിയിരിക്കുന്നു. ജൂൺ, ഡിസംബർ, സെപ്റ്റംബർ. ജൂൺ 22, ഡിസംബർ 22, സെപ്റ്റംബർ 23. 6.1%. മറ്റേത് 6.25, ഇത് 6.50, മറ്റേത് 4. റിപ്പോ നിരക്ക്. റിപ്പോ നിരക്കിൻ്റെ പ്രവണത കണ്ടെത്തുക. ജൂൺ 22 മുതൽ ഡിസംബർ 22 വരെയുള്ള കാലയളവിൽ വായ്പ, സമ്പാദ്യം എന്നിവയെ റിപ്പോ നിരക്ക് സ്വാധീനിച്ചത് എങ്ങനെയെന്ന് ചർച്ച ചെയ്യുക. റിപ്പോ നിരക്ക് കൂടി അല്ലേ? റിപ്പോ നിരക്ക് ഇൻക്രീസ് ചെയ്തു, അതല്ലേ നമ്മൾ കാണുന്നത്. 4 നിന്നും 6 വന്നു, പിന്നെ 6.50 വന്നു. അപ്പോൾ റിപ്പോ നിരക്കിൽ എന്ത് പ്രവണതയാണ് നമ്മൾ കാണുന്നത്? അവിടെ റിപ്പോ നിരക്ക് ഇൻക്രീസ് ചെയ്യുന്നു എന്നുള്ള പ്രവണതയാണ് നമ്മൾ കാണുന്നത്. നമുക്ക് നേരിട്ട് കാണാമല്ലോ, 6.25 പിന്നെ 6.50. അപ്പം റിപ്പോ ഇൻക്രീസ് ചെയ്യുന്നു. ഈ നിരക്കുകൾ വർദ്ധിക്കുമ്പോൾ വാണിജ്യ ബാങ്കുകൾക്ക് വായ്പകൾക്ക് ലഭ്യമായ പണത്തിൻ്റെ അളവ് കുറയുന്നു. റിപ്പോ നിരക്ക് റിസർവ് ബാങ്ക് എന്തിനാണ് കൂട്ടുന്നത്? ബാങ്കുകളുടെ കയ്യിൽ വായ്പ കൊടുക്കാനുള്ള പണം കുറയ്ക്കാൻ വേണ്ടിയാണ്. കണ്ടമാനം വായ്പ കൊടുക്കരുത്. ബാങ്കുകൾ റിപ്പോ കൂട്ടിവെക്കും, അല്ല, RBI റിപ്പോ കൂട്ടിവെക്കുന്നത് വാണിജ്യ ബാങ്കുകൾ അവരുടെ കയ്യിലെ പണം റിസർവ് ചെയ്യാനും അവർ വായ്പ കൊടുക്കുന്നത് കുറയ്ക്കാൻ വേണ്ടിയാണ്. വായ്പയ്ക്ക് ലഭ്യമായ പണത്തിൻ്റെ അളവ് ബാങ്കുകളുടെ കയ്യിൽ കുറയാൻ വേണ്ടിയാണ് റിപ്പോ നിരക്ക് ഇങ്ങനെ ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്നത്. അതുപോലെ റിപ്പോ നിരക്കുകൾ വർദ്ധിക്കുമ്പോൾ ജനങ്ങൾ എടുക്കുന്ന വായ്പയുടെ അളവ് കുറയുന്നു. അപ്പോൾ ഇൻഫ്ലേഷനുള്ള സമയത്ത് ജനങ്ങളുടെ കയ്യിൽ പണം ഭയങ്കരമായിട്ട് വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ഈ ഇക്കണോമിക്ക് കുഴപ്പമാകുന്നതിന് വേണ്ടി RBI റിപ്പോ നിരക്ക് ഉയർത്തിവെക്കും. അപ്പോൾ ബാങ്കുകൾ ലോൺ കൊടുക്കുന്നത് കുറയ്ക്കും. അപ്പോൾ ജനങ്ങൾ ലോൺ എടുക്കുന്നതും കുറയ്ക്കും, ജനങ്ങളുടെ കയ്യിൽ പണം കുറയും. അങ്ങനെ ഇൻഫ്ലേഷനിൽ നിന്ന് രക്ഷപ്പെടാം. ഓക്കെ, റിപ്പോ പഠിച്ചോണം. റിപ്പോ എന്ന് പറയുന്നത് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെച്ചോണം. ഓക്കെ, റിപ്പോയും റിവേഴ്സ് റിപ്പോയും ഉണ്ട് കേട്ടോ. നമ്മുടെ ആ ചാപ്റ്റർ എടുത്ത് ടീച്ചറിൻ്റെ വീഡിയോ എടുത്ത് കണ്ടാൽ നിങ്ങൾക്ക് അവിടെ ഞാൻ നന്നായിട്ടത് വിശദീകരിക്കുന്നുണ്ട്. എന്താണ് റിപ്പോ, അതെന്തിനാണ് RBI റിപ്പോ നിരക്കുകൾ വെക്കുന്നത്. ഓക്കെ, ഇവിടെ സിമ്പിളായിട്ട് പറഞ്ഞാൽ റിപ്പോ നിരക്ക് വെക്കുന്നത് വായ്പ കൊടുക്കാൻ, ലോൺ കൊടുക്കാൻ വാണിജ്യ ബാങ്കുകളുടെ കയ്യിൽ പണം കുറയ്ക്കുക. അങ്ങനെ ജനങ്ങൾക്ക് ലോൺ കിട്ടുന്നത് കുറയ്ക്കുക, ജനങ്ങൾ ലോൺ എടുക്കുന്നത് കുറയ്ക്കുക. അതാണ് അവരുടെ ഉദ്ദേശം. അതിനുവേണ്ടിയാണ് റിപ്പോ കൂട്ടിവെക്കുന്നത്. അതുപോലെ തന്നെ റിപ്പോ കുറയ്ക്കുകയും ചെയ്യും, തിരിച്ച് കുറയ്ക്കുകയും ചെയ്യും കേട്ടോ. ഇത് കൂട്ടിവെക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു ചിൽഡ്രൻ, താങ്ക് യു സോ മച്ച്. ഇവിടെ ഞാൻ നിങ്ങളെ ചാർട്ടുകൾ തന്ന്, ഗ്രാഫുകൾ തന്ന്, മാപ്പുകൾ തന്ന്, പിക്ചേഴ്സ് തന്ന് എങ്ങനെയാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്നതിന് നമ്മൾ കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് കണ്ടു.
ഇതേ ക്വസ്റ്റ്യൻസ് തന്നെ നമ്മുടെ പബ്ലിക് പരീക്ഷയ്ക്ക് വരാം. ഇതേ ക്വസ്റ്റ്യൻ തന്നെ വരാം. ഓക്കെ, നമ്മൾക്ക് പിക്ചർ തന്നാലും മാപ്പ് തന്നാലും ഒരു ഗ്രാഫ് തന്നാലും ഒരു ടേബിൾ തന്നാലും അത് പുസ്തകത്തിലെ ടേബിളായിരിക്കും, പുസ്തകത്തിലെ മാപ്പായിരിക്കും, നമ്മുടെ പുസ്തകത്തിലെ പിക്ചറായിരിക്കും. പുറത്തു നിന്നുള്ള പിക്ചറോ പുറത്തു നിന്നുള്ള മാപ്പോ ടേബിളോ ഒന്നും നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കത്തില്ല. എല്ലാം നമ്മുടെ ടെക്സ്റ്റിലുള്ളതായിരിക്കും ചോദിക്കുക. അപ്പോൾ SS2 ടെക്സ്റ്റ് എടുത്ത് അതിലെ ഇതുപോലുള്ള ഗ്രാഫുകളും മാപ്പുകളും പിക്ചേഴ്സും ഗ്രാഫുകളും നിങ്ങളെല്ലാം നോക്കി വെക്കുക. അതുപോലെ ഹിസ്റ്ററിയുടെ പുസ്തകം എടുത്ത് അതിൽ തന്നിരിക്കുന്ന പിക്ചേഴ്സ് എല്ലാം നോക്കി വെക്കുക. 1 വേർഡായിട്ടും 2 മാർക്ക് ക്വസ്റ്റ്യനായിട്ടും എല്ലാം നമുക്ക് മാച്ച് ദ ഫോളോയിങ് ആയിട്ടെല്ലാം, ചിലപ്പം മഹാന്മാരുടെ പടങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും സംഭവത്തിൻ്റെ പടമായിരിക്കാം, അല്ലേ? ഹിസ്റ്ററി പുസ്തകത്തിൽ അതൊക്കെയാണ് വരിക, സംഭവങ്ങളുടെ പടങ്ങൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്രേറ്റ് ലീഡേഴ്സിൻ്റെ പടങ്ങൾ. അവരുമായിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും. ഈ പടങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ SS2 പിക്ചേഴ്സും SS1 പിക്ചേഴ്സും രണ്ടും നോക്കി വെച്ചോണം, ടെക്സ്റ്റ് പരിചയപ്പെടണം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ടീച്ചറിൻ്റെ ഒരു ഉപദേശമായിട്ട് കരുതുക. നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടട്ടെ. മാർക്ക് കിട്ടാൻ വേണ്ടിയാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും പരിശ്രമിക്കുക. ഓക്കെ, താങ്ക് യു ചിൽഡ്രൻ, താങ്ക് യു. അടുത്ത ഒരു ക്വസ്റ്റ്യൻസുമായിട്ട് ഒരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും എത്തും. താങ്ക് യു സോ മച്ച്.